ഈ നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നം അത് എത്രയോ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ പല വിധത്തിൽ നടക്കുന്നു, അത് പാതി വഴിയിൽ പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതിനോട് 100% യോജിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ മുതിർന്നവർ തന്നെ ഇപ്പോഴും എന്ത് കിട്ടിയാലും വലിച്ചെറിയുന്ന സ്വഭാവം നമ്മുടെ ഒരു വലിയ ശതമാനം ആളുകളിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞ് മടുത്തുകൊണ്ട് അവസാനം കുട്ടികളിൽ നിന്ന് തന്നെയാണ് ഇത് തുടങ്ങേണ്ടതെന്നും നേരത്തെ പറയാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടി ഒരു ബോധവൽക്കരണം നടത്തുകയാണ്. അത് കൊല്ലത്തെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്താണ് മാലിന്യമുക്ത നവകേരളം എന്നൊരു ആശയവുമായി കുട്ടികളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിനായി ഒരു ചിത്രകഥ തന്നെ പുറത്തിറക്കിക്കൊണ്ടാണ് കുട്ടികളിലേക്ക് ശുചിത്വത്തിൻ്റെ അല്ലെങ്കിൽ പരിസര ശുചീകരണത്തിൻ്റെ ഒക്കെ ഒരു വലിയ സന്ദേശത്തെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അനന്തരുണ്ട്. അനന്തൻ എത്രയോ കാലങ്ങളായി പറയുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം അടക്കം എല്ലാ നഗരങ്ങളിലും മാലിന്യ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു, സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അത് പാളുന്നു, ഇതൊക്കെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഓരോ പൗരനും പാലിക്കേണ്ട ചുമതല അത് ഒരു വലിയ ശതമാനം ആളുകൾ കാണിക്കുന്നില്ല. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടക്കം എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചാലും അപ്പോൾ അവിടെ ലേസിൻ്റെ കവർ കൊണ്ടിടും, അല്ലെങ്കിൽ ചായയുടെ കപ്പിടും. ഇത് മനുഷ്യൻ്റെ ശീലമാണ്. അപ്പോൾ കുട്ടികൾ നന്നായി തുടങ്ങട്ടെ അല്ലേ? കുട്ടികൾ പറയണം അച്ഛനോടും അമ്മയോടും എറിയരുത്, നാണക്കേടാണെന്നല്ലേ? അതേ ദിവസം മാലിന്യമുക്ത നവകേരളം എന്നുള്ള സ്വപ്നം തുടങ്ങിയിട്ട് എത്രയോ കാലമായി. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. എത്ര ബോധവൽക്കരണം നടത്തിയാലും ഒരു മാലിന്യം വലിച്ചെറിയരുതെന്നൊരു ബോർഡ് കണ്ടാൽ അവിടെ മാലിന്യം നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായി അങ്ങനെ തന്നെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഈ മുതിർന്നവരോട് ഇങ്ങനെ മാലിന്യമുക്ത കേരളത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാകണം കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പുതിയൊരു ഉദ്യമമായിട്ട് ഇറങ്ങിയത്. ഇനി കുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരണം നടത്താം എന്നുള്ളതാണ് അവരുടെ പുതിയ ചിന്ത. അങ്ങനെയാണ് പളുങ്കെന്ന ചിത്രകഥ. അതിൽ മാലിന്യമുക്ത കേരളം എങ്ങനെ നടപ്പാക്കാം എന്നുള്ളത് വിശദമായി തന്നെ പറയുന്നതാണ്. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് കുമാറാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത് എൻ്റെ സഹപാഠി കൂടിയാണ്, എൻ്റെ പഞ്ചായത്ത് കൂടി ഉൾപ്പെടുന്നതാണ് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ അവിടെ ഇവർ പളുങ്കെന്ന് പറയുന്ന ഒരു ചിത്രകഥ സജിത് ഘോഷ് എന്ന ആളാണത് ആശയവും അതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു, TN പ്രകാശനം ചെയ്തത്. അതിൽ വിശദമായി തന്നെ മാലിന്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാലിന്യം സംസ്കരണം എങ്ങനെ വേണം, മാലിന്യം നമ്മളെ ആരോഗ്യസ്ഥിതി എങ്ങനെ ബാധിക്കും എന്നൊക്കെ കൃത്യമായി വിശദമായി തന്നെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ലളിതമായ ഭാഷയിൽ അത് ഞാൻ വായിച്ചു നോക്കി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് വായിച്ചു പോകാൻ കഴിയുന്നത്. കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനൊപ്പം അതിനകത്ത് എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധേയമായി തോന്നിയത് നമ്മുടെ ഇടയിൽ ഈ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വിശദമായി തന്നെ അവരെങ്ങനെയാണ് മാലിന്യം ശേഖരിക്കുന്നത്, ഈ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് റീസൈക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ വിശദമായി തന്നെ ഈ പളുങ്കെന്ന് പറയുന്ന ഈ ചിത്രകഥാ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിപ്പോൾ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിലുള്ള 6 പഞ്ചായത്തുകളിലെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് LP UP സ്കൂളുകളിലെ കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത്. എൻ്റെ സഹപാഠി കൂടിയായ രഞ്ജിത്ത് ഇത്തരം ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു മാതൃകാപരമായ ഉദ്യമത്തിന് ഇറങ്ങിയതിൽ വലിയ അഭിമാനമുണ്ട്. എൻ്റെ നാട്ടിലാണെന്നുള്ള അഭിമാനമുണ്ട്. അതിലുപരി ഇത് സംസ്ഥാനത്താകെ മാതൃകയാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ്. കാരണം കുട്ടികൾക്ക് ചിത്രകഥയിലൂടെ ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അവർ ആ സംസ്കാരം ഉൾക്കൊണ്ട് തന്നെ വളരുകയും ചെയ്യും. അവരുടെ ഭാഗത്ത് നിന്ന് അടുത്തൊരു തലമുറ ഈ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മറ്റ് പഞ്ചായത്തുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഇത് മാതൃകയാക്കി എടുക്കണം എന്നുള്ളതാണ്. മറ്റ് സ്കൂളുകളിലേക്കുമൊക്കെ പഞ്ചായത്തുകളുമൊക്കെ കൃത്യമായി ഒരു മുൻകൈ എടുത്ത് നടപ്പാക്കേണ്ട കാര്യമാണ്. വിദേശീയർ വന്ന് മൂക്കുപൊത്തി നടക്കേണ്ട ഒരു കാലം ഉണ്ടാവരുത്. അത് നമുക്ക് നാണക്കേടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും. ഇത് കാണുന്നവരും ദയവ് ഇത് വലിച്ചെറിയൽ ഒഴിവാക്കൂ എന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ. ശരിയാണത്.